ടാലിയിൽ ഒരു ഷോർട്ട് കട്ട് കീ തന്നെ പല ഉപയോഗങ്ങൾക്കായിട്ട് നോക്കാറുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ സൈഡിൽ ടൂൾ ബോക്സിൽ താഴെയായിട്ട് Alt+C ന്യൂ കോളം കൊടുക്കുക. ന്യൂ കോളം പ്രസ് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും. ആ വിൻഡോയിലുള്ള മാറ്റം നമുക്കൊന്ന് നോക്കാം. ആവശ്യാനുസരണം പീരീഡ് ചേഞ്ച് ചെയ്യാം. മെത്തേഡ് ഓഫ് സ്റ്റോക്ക് വാല്യൂഷൻ നോക്കുമ്പോൾ സീറോ കോസ്റ്റിൽ, സീറോ പ്രൈസിൽ, ഫിഫോ, ലിഫോ ഈ മെത്തേഡിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ടൈപ്സ് ഓഫ് വാല്യൂസ് നോക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ റിപ്പോർട്ടിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനാണ് Alt+C എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിക്കപ്പെടുന്നത്. അതല്ലാതെയും Alt+C യൂസ് ചെയ്യാം. അതെന്താണെന്ന് നോക്കാം. ഒരു വൗച്ചറിൽ നിന്നോ ഇൻവോയ്സിൽ നിന്നോ ഐറ്റം ക്രിയേഷനിൽ നിന്നോ ലെജർ ക്രിയേഷനിൽ നിന്നോ പുതുതായിട്ടൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു ലെജർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താണോ പുതുതായിട്ട് നമുക്ക് വേണ്ടത് ക്രിയേഷന് വേണ്ടിയിട്ടും Alt+C എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ Alt+C എന്ന് പറയുന്നതിന് ഒന്നിൽ കൂടുതൽ ഉപയോഗം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡെബിറ്റ് ചെയ്യേണ്ടത് അവിടെ നിന്നുകൊണ്ട് Alt+C ബട്ടൺ ഉപയോഗിച്ച് ലെഡ്ജർ ക്രിയേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് കടക്കാനായിട്ട് സാധിക്കും. അതുപോലെ വൗച്ചർ ക്രിയേഷനായാലും ഇൻവെൻട്രി ക്രിയേഷനായാലും ഇൻവോയ്സ് ആയാലും എന്താണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടും Alt+C ബട്ടൺ ഉപയോഗിക്കാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കൂടുതൽ ക്ലാസ്സിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.